ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇഷ്ടപ്പെടും. വീട്ടിലെല്ലാ മക്കളും ട്രൈ ചെയ്ത് നോക്കാൻ പറയണം കേട്ടോ അമ്മമാരോട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അമൃതം പൊടി എടുത്ത് നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴക്കില്ലേ ചൂടുവെള്ളത്തിൽ, അതുപോലെ തന്നെ എടുത്ത് കുഴച്ച് ഇടിയപ്പം പോലെ തന്നെ റെഡിയാക്കി എടുക്കണം ആദ്യം ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കൂടാനും കുറയാണ്ടും എല്ലാവരും ശ്രദ്ധിക്കുക. മാവ് കുഴയ്ക്കുമ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്കാണ്, ഒന്നാലും എൻ്റെ വെള്ളം കൂടിപ്പോകും ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞിട്ട് പോകും. അപ്പോൾ കുറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് മാവ് ഇടിയപ്പത്തിൻ്റെ ലെവലിൽ തന്നെ കുഴച്ചെടുത്ത് ഇടിയപ്പം പോലെ തന്നെ നമ്മളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 തട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് ശേഷം നമ്മൾ 2 ക്യാരറ്റും ഒരു 4 ബീൻസും എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് തന്നെ ആക്കി എടുത്ത്, ബീൻസ് നമ്മൾ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അതിന് ശേഷം അത് ഒരു 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിനകത്തോട്ട് ചൂടായതിന് ശേഷം ഈ ക്യാരറ്റും ബീൻസും ലൈറ്റായിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്കതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മുടെ ഇഷ്ടമാണ് എത്ര എണ്ണം എടുക്കണമെന്ന്. ഞങ്ങളിവിടെ 2 മുട്ടയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വേവിക്കൊന്നും വേണ്ട, ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു, നമ്മൾ വേറെ എന്താ പറയുക, ചേർക്കാൻ പാടില്ലാത്തൊന്നും ചേർത്തിട്ടില്ല. കുഞ്ഞുമക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ നല്ലോണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ അതിനകത്തൊന്ന് ആഡ് ചെയ്തൊന്ന് അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം, മാതിരി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ മുന്നേ നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ ഇടിയപ്പം മോഡൽ, അമൃതം പൊടി കൊണ്ട് ഇടിയപ്പം മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് എടുത്ത് അതിനൊന്ന് പിച്ചിയെടുക്കാം, ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളതൊന്ന് പിച്ചിയെടുത്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതും. ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറെ മാറ്റിയെടുത്തിട്ട് അത് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഇത് എന്താ പറയുക, മുട്ട ഇതൊക്കെ ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടി സ്മെല്ലും കുറച്ചും കൂടി ടേസ്റ്റ് കുറച്ച് ഇതാവാൻ വേണ്ടിയിട്ട് മല്ലിയില, പുതിന അങ്ങനെ എന്തെങ്കിലും ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എടുത്തിടാം. ഇതിനായിട്ട് വേണ്ടി നമ്മളത് എന്താ പറയുക വാങ്ങിക്കൊണ്ടുവന്ന് ചെയ്യണമെന്നില്ല, ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്, എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ എൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളെല്ലാവരും ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറയണത്. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി കേട്ടോ.